ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജനുവരി 20-നാണ്. ജനുവരി 20 എന്ന് പറഞ്ഞത് എൻ്റെ പിറന്നാൾ ദിവസമാണ് കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ഉണ്ടാന്ന്. അപ്പം എല്ലാവർക്കും ബർത്ത്ഡേൻ്റെ അന്ന് വയസ്സ് കൂടുന്നത് ആലോചിച്ച് ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും ബർത്ത്ഡേ ഒക്കെ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷിക്കുന്ന ഒരു ദിവസമല്ലോ. പക്ഷേ എൻ്റെ ലൈഫിൽ കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞ ദിവസങ്ങളാണ് കേട്ടോ അന്ന്. അപ്പം അതൊക്കെ എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ഇതിപ്പോൾ എന്താ കുറച്ച് ദിവസങ്ങളായിട്ടോ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് പനിയും ജലദോഷവും ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് പുറലോകം കാണൽ തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഇതാ കുറച്ചൊക്കെ ഒന്ന് ആശ്വാസം കിട്ടിയപ്പം ചെടികളൊക്കെ കണ്ടോ ഒന്നായി വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് വെള്ളം കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു അണ്ണാൻകുഞ്ഞി അവിടുന്ന് ഭയങ്കര ചീത്ത പറയുന്നുണ്ട് കേട്ടോ. താഴത്തൊരു പൂച്ചയുണ്ട്, പൂച്ചനെയാണ് ആ ചീത്ത പറയുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതാണത്. അങ്ങനെ അതാ ചെടികൾക്കൊക്കെ ഒന്ന് ജീവൻ വെപ്പിക്കാൻ വേണ്ടിയിട്ട് വേഗം ബക്കറ്റും വെള്ളമൊക്കെ എടുത്ത് ഇറങ്ങാണ് കേട്ടോ. ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചെടിയൊക്കെ കണ്ടില്ലേ നല്ലോണം വാടിപ്പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കിട്ടിയാൽ അതിൻ്റെ ജീവിതം തിരിച്ച് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ കരുതി അതിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുറേ വാടിപ്പോയിട്ടുണ്ട്, കുറേ ഇതാ വാടണ്ടേ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എത്ര വലിയ ചെടി പിരാന്തുള്ള ആളൊന്നുമല്ല കേട്ടോ. പിന്നെ കാക്കായിട്ടും ഇമ്മായിട്ടൊക്കെ കൊടുന്ന് വെച്ച കുറച്ച് ചെടികളുണ്ട്. കുറച്ചൊക്കെ ഞാൻ അവിടെ ഇവിടെ ഒക്കെ കാണുമ്പോൾ ചെറുതൊക്കെ ഇങ്ങനെ കൊടുന്ന് കുത്തിയിടലുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ അവരൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകും. അല്ലാണ്ട് ചെടി വൃത്തിയാക്കുക, അതിന് വളമിട്ട് കൊടുക്കുക, അതൊന്നും ചെയ്യലില്ല കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കും എല്ലാവർക്കും. ഞാൻ ആദ്യം മോട്ടറും പൈപ്പൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെ ഒരുമിച്ചുണ്ട് നനക്കലാണ്. അപ്പോൾ പെട്ടെന്ന് നനവ് കഴിയല്ലോ. ഇപ്പോൾ മോട്ടറും അതിൻ്റെ പൈപ്പൊക്കെ കേട് വന്നിട്ടുണ്ട്, ഹോസൊക്കെ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ബക്കറ്റും വെള്ളമൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും നനച്ചെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇതാ ഒരു കറിവേപ്പ് തൈ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് താത്ത കുരു കൊടുന്ന് കുഴിച്ചിട്ട് അങ്ങനെ മുളപ്പിച്ച തൈയാണ്. അപ്പോൾ അത് അത്യാവശ്യം വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി മണ്ണിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ മണ്ണ് ആകെ ഉറച്ചിട്ട് കൊത്തിയിട്ട് പോലും കിട്ടുന്നില്ല കേട്ടോ. ഭൂമി അങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ കുഴി ഉണ്ടാക്കി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് പിന്നെ അങ്ങനെ കൊത്തിയെടുത്ത് വീണ്ടും വെള്ളം ഒഴിച്ചെടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് അത് കുഴിച്ചിടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ തൈ വെക്കുന്നതിന് മുന്നേ കുഴിയിൽ ചകിരിത്തുമ്പും ഉണങ്ങിയ ചാണപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ തൈ ഇറക്കി വെച്ചിട്ടുള്ളത്. കാരണം അഥവാ അത് ഉണങ്ങി പോവുകയാണെങ്കിൽ താത്ത പിന്നിൻ്റെ നേരക്കായിരിക്കും താത്ത കൊടുന്നുണ്ടാക്കിയാണ് കേട്ടോ. താത്ത ഗ്രോ ബാഗിലായിരുന്നു ഇതിൻ്റെ കുരു മുളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്പേസ് പോരല്ലോ ഇത് വളരാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ മണ്ണിലേക്ക് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ബിസ്മിയൊക്കെ ചെല്ലിയ തൈ കുഴിക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം നമ്മളവിടെ ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കറിവേപ്പില, അതുപോലെ തന്നെ മുരിങ്ങൻ്റെ ഇല, ഇതൊന്നും നമ്മൾ ഈ ഭാഗത്ത് കുറേ ഞാൻ മുരിങ്ങൻ്റെ കൊമ്പൊക്കെ ഒരുപാട് കുഴിച്ചിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ പിടിച്ചിട്ടില്ല കേട്ടോ. പിടിക്കും, കുറച്ച് ഇലകൾ വരും, പിന്നെ അങ്ങനെ പോവും. അങ്ങനെ കേട്ടോ മുരിങ്ങൻ്റെ അവസ്ഥ. പിന്നെ കറിവേപ്പിലിൻ്റെ ഉമ്മ ഒരു മരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഉമ്മക്ക് വെയ്യാണ്ടായതോടെ തന്നെ അതങ്ങനെ ഉണങ്ങിപ്പോയിട്ടോ. അതിന് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ പിടിച്ച് കിട്ടാൻ ഭയങ്കര പണിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിക്കാണ്ട് വേഗം അകത്തേക്ക് കയറിട്ടോ. അപ്പോൾ വേറെയും കുറച്ച് ചെടികളൊക്കെ കുഴിച്ചിടാനുണ്ടായി. ചെടികളല്ല, ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ കുഴിച്ചിടാനുണ്ടായിരുന്നു, റംബുട്ടാൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും പിന്നെ പറിച്ചില്ല കേട്ടോ. വേഗം അകത്തേക്ക് കയറിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം മടക്കി വെക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ടോ അടിച്ചേരി തുടച്ചിട്ടൊക്കെ ഒരു 2 ആഴ്ചൻ്റെ ഒക്കെ മുകൾക്കായിട്ടുണ്ടാവും. താത്ത ഇവിടെ ഉമ്മനെ കുളിപ്പിക്കാനൊക്കെ വരുമ്പോൾ താത്തയാണ് കേട്ടോ അടിച്ചേരി തുടക്കലൊക്കെ. എനിക്ക് അത്രക്കും വഴിയേന്നു ശ്വാസം മുട്ടിയിട്ട് പൊടിയൊക്കെ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഒക്കെ പൊടിയൊക്കെ ഇങ്ങനെ പാറല്ലേ. അപ്പോൾ അടിച്ചോരലും തുടക്കലൊന്നും ഇല്ലേന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെച്ചിക്കാണ്ട് വേഗം അടിക്കലും തുടക്കലൊക്കെ ഉണ്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ ഒരു ചട്ടിയും
ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ അടുത്തൊരു വേല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കാക്ക് വരുമ്പോൾ കൊടുന്നതാണ് ദോശച്ചട്ടി, മണ്ണിൻ്റെ ദോശച്ചട്ടി പറഞ്ഞ് കൊടുന്നാണ് കേട്ടോ. പക്ഷേ ദോശയൊന്നും ചിലപ്പോൾ നന്നാവുണ്ടാവില്ല. പത്തിരി ചപ്പാത്തി അങ്ങനെയൊക്കെ ചുടാൻ വേണ്ടി എടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ കൂടുതൽ ലൈക്കും കമൻറ്റൊക്കെ തരുമ്പോഴാണ് കേട്ടോ കൂടുതൽ ആളുകളിലേക്ക് നമ്മളെ വീഡിയോ ഒക്കെ എത്തിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും മാക്സിമം അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ അതാ അടിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങി കേട്ടോ. അടിച്ചേരി കഴിഞ്ഞപ്പോൾ തന്നെ ആകെ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നേരം വെളുത്തിട്ട് ചായയും കടിയൊന്നും കുടിക്കാണ്ടാണ് കേട്ടോ ഈ വക പണികൾക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അടിച്ചോറിലൊക്കെ ഏകദേശം കഴിഞ്ഞപ്പം വേഗം ചായ കുടിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ചായ കുടി കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ വേഗം അടിക്കലൊക്കെ കഴിച്ച് പിന്നെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും തലേ ദിവസത്തെ ബീഫ് കറി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ തുടക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞത് എനിക്ക് ഒരുപാട് സങ്കടങ്ങളുള്ള ദിവസമാണ് അന്നെന്നുള്ളത്. അത് എൻ്റെ ഉപ്പ അങ്ങനെ ഞങ്ങളെ ബർത്ത്ഡേ ഒന്നും വലിയ രീതിയിലൊന്നും ആഘോഷിക്കലില്ല കേട്ടോ. കേക്ക് കട്ട് ചെയ്തിട്ടും ഒരുപാട് ഗിഫ്റ്റുകൾ വാങ്ങി തന്നിട്ടൊന്നും അങ്ങനെയൊന്നും ആഘോഷിക്കലില്ല. അങ്ങനെ സ്കൂൾക്കൊക്കെ പോകുമ്പം ഒരു പാക്കറ്റ് എക്ലെയറോ ആൽപ്പോലിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പൈസൻ്റെ ഒരു പാക്കറ്റ് മിഠായി വാങ്ങിത്തരും. അത് ക്ലാസ്സിലെ കുട്ടികൾക്കും ടീച്ചർക്കൊക്കെ കൊടുക്കും. അത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ ബർത്ത്ഡേ എന്ന് പറഞ്ഞത്. അങ്ങനെ എൻ്റെ 19ാമത്തെ ബർത്ത്ഡേ വന്നപ്പോൾ ഞാൻ അപ്പനോട് പറഞ്ഞു, എന്തായാലും ഈ ഒരു ബർത്ത്ഡേക്ക് ഇപ്പോൾ എനിക്കൊരു കേക്ക് കട്ട് ചെയ്യണം, ഒരു കേക്ക് വാങ്ങി തരണം, പിന്നെ മുട്ടായി വേണം എന്നൊക്കെ അപ്പനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പം തന്ന മറുപടി ഇങ്ങനെയാണ് കേട്ടോ, ഉപ്പാൻ്റെ കുട്ടീൻ്റെ ഒരു ആഗ്രഹമല്ലേ, ഇനി ഉപ്പാൻ്റെ കുട്ടീൻ്റെ ആഗ്രഹം ഒന്നും സാധിപ്പിച്ച് തരാൻ ചിലപ്പോൾ ഇപ്പം ഇല്ലെങ്കിലോ അങ്ങനെ കേട്ടോ അപ്പം അന്ന് പറഞ്ഞത്. അത് പറഞ്ഞിക്കാണ്ട് ഇപ്പോൾ പോയിട്ട് ആദ്യം ഉമ്മക്ക് ചിക്കൻ കൊടുന്നെടുത്തേക്കാണ്ട് ഉമ്മാനോട് പറഞ്ഞു ഈ ബിരിയാണി വെച്ച് കൊടുക്കുന്നുണ്ട്, നിൻ്റെ മോളെ ബർത്ത്ഡേ ആണ്, അവൾക്ക് 19ാമത്തെ ബർത്ത്ഡേ ആണ്, അവൾക്ക് ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കുക പറഞ്ഞിക്കാണ്ട് ഉമ്മക്ക് ചിക്കൻ കൊടുന്നെടുത്തു. പിന്നെ ഇപ്പം അടുത്തുള്ള ഒരു ടൗണിൽ പോയിട്ട് കേക്ക് വാങ്ങാൻ വേണ്ടി അങ്ങനെ പോയപ്പോൾ അവിടെ കേക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അന്നത്ര കേക്ക് ഇന്നത്തെ പോലെ എല്ലാ ഷോപ്പുകളിൽ നിന്നൊന്നും അന്ന് കേക്ക് കിട്ടൂലായിരുന്നു. അപ്പോൾ പിന്നെ എല്ലായിടത്തും പോയാൽ കേക്കൊക്കെ കിട്ടുമല്ലോ. പക്ഷെ അന്ന് ഇത്ര ഇല്ലേന്ന് കേട്ടോ. ഏതെങ്കിലും ഫേമസ് ആയ വലിയ വലിയ ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടാമെന്നല്ലാണ്ട് എല്ലായിടത്തു നിന്നൊന്നും കേക്ക് കിട്ടൂലായിരുന്നു. അപ്പോൾ ഇപ്പോൾ പോയയിടത്തു നിന്നൊന്നും കേക്ക് കിട്ടിയില്ല. ലാസ്റ്റ് ഇപ്പോൾ ഒരു നല്ല ചോക്ലേറ്റ് തന്നെ ഒരു 2-3 കിലോനൊക്കെ ഉണ്ട്, അത്യാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ ചോക്ലേറ്റൊക്കെ വാങ്ങി വരുന്ന വഴിക്ക് താത്താനും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നു, നമ്മളന്ന് അങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഞാൻ വളരെ ഹാപ്പിയായി. കാരണം 18 വയസ്സായിട്ട് ഇതിപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയെങ്കിലും ആഘോഷിച്ചപ്പോൾ നമ്മൾ വലിയ ഹാപ്പി ആയിട്ടോ. കാരണം കഴിഞ്ഞ 18 കൊല്ലമായിട്ട് ഇങ്ങനെയൊന്നും നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു ഹാപ്പി നല്ലോണം ഒരു സന്തോഷം നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ ചിന്തിച്ചില്ല കേട്ടോ, ആദ്യമായിട്ടും അവസാനമായിട്ടുള്ളൊരു ബർത്ത്ഡേ ഇപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെയുള്ള ആദ്യമായിട്ടും അവസാനമായിട്ടുള്ളൊരു ബർത്ത്ഡേ ആഘോഷമാണ് ഇതെന്നുള്ളത് നമ്മളങ്ങനെ ചിന്തിച്ചില്ല. പിന്നെ 20ാമത്തെ ബർത്ത്ഡേ ആവാൻ വേണ്ടിയിട്ട് കാത്തു നിന്ന പോലെ ഇരുന്നു കേട്ടോ ഉപ്പ. എൻ്റെ 20ാമത്തെ ബർത്ത്ഡേ ആവണതിൻ്റെ ഒരു 20 ദിവസം മുന്നേ ഇപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടുന്ന് ഓക്സിജൻ കുറച്ച് കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞു. കോട്ടക്ക മിംസിൽ അഡ്മിറ്റായി. പിന്നെ അവിടുന്ന് കുറച്ച് ആശ്വാസമൊക്കെ ആയപ്പോൾ വീട്ടിലേക്ക് വന്നു. പിന്നെ പിറ്റത്തെ കൊല്ലം ജനുവരി 20 ആയി എൻ്റെ 20ാമത്തെ ബർത്ത്ഡേ ആയിട്ടോ. 20ാമത്തെ ബർത്ത്ഡേ ആയപ്പം അന്ന് പിന്നെ ഞാൻ പണ്ടിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ കൊല്ലം ഇപ്പം എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ഇപ്പം ആഘോഷിച്ചപ്പം കൊല്ലം ഒന്നും ഇല്ല ഇപ്പം അങ്ങനെ നമ്മളിങ്ങനെ തമാശ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ കൊല്ലം ആ ഒരു വർഷം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഇന്നത് വേണമെന്നൊന്നും. കാരണം ഇപ്പം അങ്ങനെ വയ്യാണ്ടിരിക്കുകയാണല്ലോ, അപ്പം നമുക്ക്
ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നും തോന്നൂലല്ലോ. അങ്ങനെ ആ ഒരു ടൈമിൽ അന്ന് രാത്രി എൻ്റെ മൂത്താപ്പാൻ്റെ കസിൻ്റെ മോള് കേട്ടോ, ജനുവരി 20-നാണ് അവളെ ബർത്ത്ഡേ. അപ്പോൾ അവിടുന്ന് മിഠായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മൂത്തമ്മ. അപ്പോൾ മിഠായിട്ട് വന്നപ്പോൾ ഞാനാണ് ഉപ്പാക്ക് എടുത്തു കൊടുത്തത്. ഇത് എൻ്റെ കൂടെ ബർത്ത്ഡേ മിഠായി എന്ന് വിചാരിച്ചപ്പോൾ തിന്നോളി അറിഞ്ഞിക്കാണ്ട് അന്ന് ആ മിഠായി ഒക്കെ എടുത്തു. പിന്നെ അന്ന് രാത്രി കാക്കൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വരുമ്പോൾ ഓറഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പനെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പം അതിനാ ഒരു ഓറഞ്ച് ഉപ്പാക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത് കൊടുത്തു. ഈ ഒരു 2 സാധനം കേട്ടോ അവസാനമായിട്ട് ഞാൻ എൻ്റെ ഉപ്പാക്ക് കൊടുക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം താത്താൻ്റെ അടുത്തുനിന്ന് താത്ത കുറച്ച് കഞ്ഞി കൊടുത്തു. രാത്രിക്കത്തെ മരുന്നൊക്കെ കൊടുത്തുകാണ്ട് താത്തനോട് അന്ന് രാത്രി ചോദിച്ചു, മുളപ്പാൻ്റെ മരുന്നൊക്കെ എല്ലാതും കുടിച്ച് കഴിഞ്ഞല്ലോ അല്ലേ, ഇനിയിപ്പോൾ ഒക്കെ ഒന്നും കുടിക്കാൻ ബാക്കിയല്ലോ അല്ലേ എന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിച്ചിക്കാണ്ട് ഇപ്പം അങ്ങനെ കിടന്നതാണ്. അപ്പം ഞങ്ങളൊക്കെ കിടന്നതാണ് കേട്ടോ. അപ്പോൾ കിടക്കുമ്പോൾ ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ട് പിറ്റേന്ന് പുലർച്ചെ. അതുവരെ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിക്കാണ്ട് എല്ലാവരും കൊല്ലായി തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കാനാണ് ഒരു ആശ്വാസം തോന്നുന്നതെന്ന് പറഞ്ഞിക്കാണ്ട് പിന്നെ ഉറക്കം വന്നപ്പോൾ ഇപ്പം തന്നെ പറഞ്ഞതാണ് നമുക്ക് ഇനി പോയി കിടക്കാന്നുള്ളത്. ഉപ്പാൻ്റെ ഒരു എന്താ പറയുക മരണത്തിൻ്റെ ഒരു ടൈം ആയപ്പോൾ ഇപ്പം തന്നെ പോയി കിടന്നതാണ് കേട്ടോ. പോയി കിടന്ന് ആ ഒരു കിടത്തത്തിൽ തന്നെ ഇപ്പം അങ്ങനെ യാത്ര ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കിടത്തം എല്ലാവരും അങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ് ഇത്താത്ത എണീറ്റ് നോക്കിയപ്പം ആണ് ഉപ്പ ഇല്ല, ഇപ്പോൾ പോയിട്ടുണ്ട് എന്നുള്ളത് അപ്പോഴാണ് കേട്ടോ നമ്മൾ അറിയുന്നത്. നമുക്ക് ഉറപ്പിക്കാൻ കഴിയല്ലേന്നു. പിന്നെ ഡോക്ടറൊക്കെ കൊടുന്ന് ഡോക്ടറെ പറഞ്ഞത് 15 മിനിറ്റോളം ആയിട്ടുണ്ട് എന്നുള്ളത് ഡോക്ടറാണ് കേട്ടോ പറഞ്ഞത്. കാരണം ശരീരമൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു, തണുപ്പ് വരെ അങ്ങനെയൊന്നും ഇല്ലേന്. അങ്ങനെ അന്ന് മുതൽ പിന്നെ എൻ്റെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ ആഘോഷിച്ചിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ആഘോഷിക്കാൻ അത്ര താല്പര്യം ഇല്ലേനും. ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഓർമ്മ വരും നമുക്ക്. ഇതിപ്പോൾ ഇക്കാക്ക് സർപ്രൈസായിട്ട് കേക്ക് കൊടുന്നതാണ് കേട്ടോ. ഞാൻ പോകുമ്പോൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് എന്നുള്ളത്. നമ്മൾ സാധാരണ ഇങ്ങനെ പറഞ്ഞതാണ്, സാധാരണ ഇങ്ങനെ ആ ഒരു ഡേറ്റ് ആയപ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ ഇക്കാക്ക് വരുമ്പോൾ സർപ്രൈസായിട്ട് കേക്കേറ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ രാത്രി ഇക്കാക്ക കൊടുന്ന സർപ്രൈസാട്ടോ കേക്കേറ്റൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ബർത്ത്ഡേയിൽ ആദ്യമായിട്ടാണ് കേക്ക് ഒരുക്കണം. ഞാൻ ഉണ്ടാക്കിയ കേക്ക് ഒരുക്കാന്നല്ല, പുറത്തുനിന്ന് കേക്ക് കൊണ്ടുവന്നിട്ട് ഇതുവരെ മുറിച്ചിട്ടില്ല. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷമുണ്ട്. അപ്പം ഇന്ന് ഞങ്ങളെ വീട്ടിൽ ഉച്ചക്ക് വെജിറ്റബിൾ ചെയ്തോട്ടോ ചോറിന്. വെജിറ്റബിൾ എന്ന് പറയാൻ പറ്റില്ല, മത്തനും പയറും കൂടെ ഇട്ടിട്ടുള്ള ഒരു കൂട്ടാനും പിന്നെ കയ്പ്പക്കച്ചാറ് അതൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്കിഷ്ടമില്ലാത്ത കൂട്ടാനാണ് ഇന്നത്തെ ദിവസം. എനിക്ക് വെജിറ്റബിൾ അത്ര കണ്ട് ഇഷ്ടമല്ല കേട്ടോ. എന്തെങ്കിലും നോൺ വെജ് ആയിട്ട് എന്തെങ്കിലും വേണം ചോറുന്നാൻ. അപ്പോൾ ഞാനിങ്ങനെ കാക്കയോടൊക്കെ നാത്തൂനോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു സാധനം ഇല്ല കഴിക്കാനെന്നൊക്കെ ഇങ്ങനെ. പക്ഷെ രാത്രിയാണ് കേട്ടോ വന്നപ്പോൾ കാക്ക സർപ്രൈസൊക്കെ തന്നത്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സർപ്രൈസ് ഉണ്ട്, അത് കാണിച്ചു തരാം. അന്ന് ഇങ്ങനത്തെ ഒരു ദിവസം വരുമ്പം ആ ഒരു ദിവസം ഓർമ്മ വരും കേട്ടോ. അന്ന് ഇപ്പോൾ വാങ്ങി തന്ന ആ ഒരു മിഠായിൻ്റെ പാക്കറ്റ് പോലും ഞാൻ മറന്നിട്ടില്ല ഇപ്പോഴും. ആ ഒരു ചോക്ലേറ്റിൻ്റെ പാക്കറ്റ് പോലും എപ്പോഴും മറന്നിട്ടില്ല. ഓരോ ദിവസം നമുക്കിങ്ങനെ ഓർമ്മ വരും. ഇപ്പോൾ പറഞ്ഞതും സാധനങ്ങളിങ്ങനെ വാങ്ങാൻ പോണതും താത്താനെയും കുട്ടികളെയും വിളിച്ച് വരണതും എല്ലാം നമുക്കിങ്ങനെ ഒക്കെപ്പാൻ്റെ അവസാനത്തതാണ് എന്നുള്ളത് നമുക്കിപ്പോഴും ഇതൊന്നും ചിന്തിക്കാൻ പോലും കഴിയണില്ല കേട്ടോ. പിന്നെ പഠിച്ചന് മനുഷ്യർക്ക് കൊടുത്ത ഏറ്റവും വലിയ എന്താ പറയുക അനുഗ്രഹമാണല്ലോ മറവി എന്ന് പറഞ്ഞത്. അതില്ലെങ്കിൽ ഭയങ്കര തന്നെ ആയിരുന്നു കേട്ടോ. നമുക്ക് ആർക്കും ഈ ദുനിയാവിൽ ജീവിക്കാൻ പോലും കഴിയില്ല. ഒരു മറവി എന്ന് പറഞ്ഞ സാധനം നമുക്ക് ആർക്കും തന്നിട്ടില്ലെങ്കിൽ കേട്ടോ. കാരണം ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഉപ്പയുമില്ലാണ്ട് ആരെങ്കിലും ഒരാൾ പോയാൽ തന്നെ ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കില്ല എന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് 2 ആൾ ഒരുപോലെ നഷ്ടപ്പെട്ട പോലെയാണ്. ഉമ്മ ഉണ്ടെന്നല്ലേ ഉള്ളൂ, പിന്നെ മക്കിപ്പോൾ ഒന്നും അറിയണ എൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണല്ലോ. അപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ. അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് എനിക്കൊരുപാട് സങ്കടങ്ങളുള്ള ബർത്ത്ഡേ ആണ് എന്നുള്ളത്.
പിന്നെ ഇതാ ഫസ്റ്റ് കേക്ക് കൊടുത്തപ്പോ ഉമ്മ വാങ്ങാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. എന്താന്ന് അറിയില്ല, വായ തുറന്നു തരുന്നില്ല, മനസ്സിലാവായിട്ടായിരിക്കും. പിന്നെ മധുരമൊക്കെ ഉള്ള സാധനമാണല്ലോ മനസ്സിലായപ്പോ വലിയ കഷ്ണത്തിന് തന്നെ വായ തുറന്നു തന്നിട്ടോ. അതിന് ഉമ്മാക്ക് ഇതാ കേക്ക് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഉമ്മാക്ക് കൊടുത്തു, പിന്നെ കാക്കാക്ക് കൊടുത്തു, താത്താക്ക് കൊടുത്തു, നാത്തൂനപ്പുറണ്ട് നാത്തൂനിക്ക് കൊടുത്തു, പിന്നെ ഹിതമോളും ഉണ്ട് കേട്ടോ. അപ്പൊ കാക്ക ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ക്ഷീണത്തിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിക്കാണ്ട് ഞങ്ങളിതാ പുറത്ത് പോവുകയാണ്. സാധാരണ കാക്ക ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ അങ്ങനെ പുറത്തൊന്നും പോക്കില്ല കേട്ടോ. ആ ക്ഷീണത്തിൽ അങ്ങനെ ഭക്ഷണം കഴിച്ചാണ്ട് കിടക്കലാണ്. പക്ഷെ ഇന്നിപ്പോൾ എന്താവാ പുറത്ത് പോയിട്ട് ഷവായൊക്കെ വാങ്ങി തരാറിനിക്കാണ്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഞാനും കാക്കിയും ഇതുമോളും കൂടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിക്കാണ്ടാണ് അങ്ങനെ പോയത്. പക്ഷെ അപ്പം കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പോരേന്ന് പറഞ്ഞ് പിന്നെ ഹിതമോളിയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടെ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ചമ്പ്രവട്ടം ബ്രിഡ്ജ്. അപ്പോൾ അതിൻ്റെ അവിടെ കുറച്ച് ഷോപ്പുകളുണ്ടല്ലോ, അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പോണത്. എനിക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ടൈമാണ് കേട്ടോ ഈ ടൈം എന്ന് പറഞ്ഞത്. ഈ രാത്രിയിലുള്ള യാത്ര, രാത്രിയല്ല ഈ ഒരു പുലർച്ചെ ടൈം ഉണ്ടല്ലോ, 2 മണി 3 മണി ആ ഒരു ടൈമിലുള്ള യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂടുതൽ പേർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ പോണത് ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ പോണ ടൈം എന്ന് പറഞ്ഞത് ബർത്ത്ഡേൻ്റെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമായിട്ടുണ്ട്. പിന്നെ കാക്ക ഈ ഒരു ടൈമാണല്ലോ ഫ്രീ ആവുന്നത്, അപ്പോൾ പിന്നെ അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ കാക്കാർ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പം അധികം ഈ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുക. ഇവിടെ നാട്ടിൽ ലാൻഡ് ചെയ്യണൊക്കെ ടൈം ഈ ഒരു പുലർച്ചെ 5 മണി 4 മണി 5 മണി 3 മണി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ കുളിച്ച് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ഉറക്കം നഷ്ടപ്പെട്ടാലും കുളിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ഫീല് വേറെ തന്നെയാണ് അല്ലേ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു ടൈമിൽ യാത്ര ചെയ്യുന്നത്. പിന്നെ ഇപ്പം നോക്കുമ്പോൾ എല്ലാ ടൈമിലും യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ് കേട്ടോ. കാരണം വീട്ടിലിരുന്നിരുന്ന് എങ്ങോട്ടെങ്കിലും ഒരു ദൂരയാത്ര പോയാൽ മതി എന്നുള്ളതായിട്ടുണ്ട്. ഇപ്പോൾ കുറേ അയക്കണം ഒരു ടൂറോ ഒരു യാത്ര ഒക്കെ പോയിട്ട് തന്നെ കുറേ ആയിട്ടുണ്ട്. എവിടെയെങ്കിലും ഫാമിലിയിൽ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക, തിരിച്ച് വരാം, വീട്ടിലിരിക്കുക, അത്രേ ഉള്ളൂ ഇപ്പോൾ കേട്ടോ. ഞങ്ങളിതാ ഷോപ്പിലെത്തിയപ്പം ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടാ. കാരണം അത്രക്കും ആൾക്കാരുണ്ട് ഷോപ്പിൽ. ഒന്നരായിട്ടൊന്നും ഷോപ്പിൽ ആൾക്കാർക്ക് ഒരു കുറവുമില്ല കേട്ടോ. നല്ല തിരക്ക്, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്കാക്കാരന് ഇത് യാത്ര ചെയ്യുന്നവരായിരിക്കും അധികം എന്ന് പറഞ്ഞു. അങ്ങനത്തെവരൊക്കെ ആയിരിക്കുമല്ലോ ഈ ഒരു ടൈമിലൊക്കെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും യാത്ര ചെയ്യുന്നവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതായിരിക്കും. ഏതായാലും അത്യാവശ്യം ആൾക്കാരുണ്ടായിന്. പിന്നെ അതാ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക കേട്ടോ. അമ്പിളിമാമനെ നോക്കാം. അങ്ങനെ എൻ്റെ ഈ ഒരു ബർത്ത്ഡേ എങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലേന്ന് കേട്ടോ. അങ്ങനെ ആവണമെന്ന് ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടുമില്ലേന്. കാക്കാനോട് ഇങ്ങനെ രാവിലെ എൻ്റെ ബർത്ത്ഡേന് ഒരു കേക്കൊക്കെ ഒന്ന് വാങ്ങി തന്നൂടെ, ഒരു സർപ്രൈസാക്കി തന്നൂടെ ഞാൻ തമാശക്ക് പറഞ്ഞ കേട്ടോ. പക്ഷെ കാക്ക ഒക്കെ സർപ്രൈസാക്കിയിട്ട് കേക്ക് വാങ്ങി തന്നു. പിന്നെ ഇതാ രാത്രി അൽഫാമും കുബൂസൊക്കെ വാങ്ങി തന്ന്, അൽഫാമല്ല ഷവായി ആയിരുന്നു കേട്ടോ.